So my name is Nahla Nawaz, and then ഞാനിവിടെ ഇപ്പോൾ സൈലത്തിൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് ഓൾമോസ്റ്റ് 1 year കംപ്ലീറ്റ് ആയി. ഐ എം ഹിയർ ഇൻ ഫോർ +2 നീറ്റ്. ചെറിയത്ത് മുതലേ ഉള്ളൊരു ആഗ്രഹമായിരുന്നു ഡോക്ടർ ആവണം എന്നുള്ളത്. അങ്ങനെ 10th കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യണം എന്നുള്ളൊരു ഇതിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അവിടെ ഒന്നും നല്ല സ്കൂൾസ് ഒന്നും അങ്ങനെ അവൈലബിൾ അല്ല. അപ്പോൾ അങ്ങനെ I came to know about Xylem and then their integrated school program. So we were really fascinated about that. And then ഞാൻ ഇവിടെ ഒന്ന് ജോയിൻ ചെയ്തു. And then I really loved it. ഇതുവരെ പോകുന്നതനുസരിച്ച് I really liked it. And then how supportive they are. And then mentors ആയാലും coordinators ആയാലും ഒക്കെ. And then I'm a bit weak in maths. അതൊക്കെ ഇവിടുത്തെ ഫാക്കൽറ്റീസ് വളരെ നല്ലോണം നമുക്ക് പറഞ്ഞു തരും. And then we have കുറേ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ട് all ഈവനിങ്ങിൽ. എന്തായാലും they are very supportive. And then we have കുറേ മെറ്റീരിയൽസ്. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ വീട്ടിൽ നിൽക്കുമ്പം I had a cousin. She's like 1 year elder than me. And then ഈ മെറ്റീരിയൽ കണ്ടപ്പം she was like this makes it so much easier because she was also a NEET repeater. സോ അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടുത്തെ മെറ്റീരിയൽസ് ലൈക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് നമുക്ക് എന്തായിട്ടും. എന്നിട്ട് എൻട്രൻസ് ആണെങ്കിലും ബോർഡാണെങ്കിലും നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് തന്നെ അവർ തന്നിട്ടുണ്ട്. എന്നിട്ട് ക്ലാസ്സസ് ആണെങ്കിലും അവർ വളരെ എന്താ പറയുക, നമുക്ക് നമ്മൾ എൻട്രൻസ് ആണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രെസ്സൊന്നും നമുക്ക് ഇതുവരെ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെ തന്നെ വി ഹാവ് ഔട്ടിങ്സ്. ആൻഡ് ദെൻ നമുക്ക് വീട്ടിലേക്ക് മന്ത്ലി ട്വൈസ് പോകാൻ പറ്റും. ആൻഡ് ദെൻ എന്തുകൊണ്ടാണെങ്കിലും ഇറ്റ്സ് സോ നൈസ്. ഇവിടുത്തെ ടീച്ചേഴ്സ് ആണെങ്കിലും നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും. ആൻഡ് ദെൻ നമ്മളിവിടെ ഹോസ്റ്റലാണ് നിൽക്കുന്നത്. നമ്മുടെ ഹോസ്റ്റൽ ഇവിടെ അടുത്ത് തന്നെയാണ്. ട്രാൻസ്പോർട്ടേഷൻ അങ്ങനത്തെ ടൈമൊന്നും നമുക്ക് പോയില്ല. രാവിലെ നമുക്ക് എണീച്ചു നമ്മൾ സ്റ്റഡി സെഷൻസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ക്യാൻ ഗെറ്റ് ഹിയർ. നമ്മളിവിടെ വന്നതിൻ്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് എന്നുള്ളത് നമുക്ക് എൻട്രൻസ് ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. പ്ലസ് നമുക്ക് നല്ല മാർക്സ് ഫ്രം ബോർഡ്സ്. അപ്പോൾ ഇത് പറ്റിയിട്ട് വി വർ ലൈക്ക് വെരി കൺസേൺ ഇത് പറ്റുമോ എന്നുള്ളത്. ബിക്കോസ് ഇറ്റ്സ് എ ഹെക്ടിക് ടാസ്ക്. ബിക്കോസ് എൻട്രൻസിൽ ആൾക്കാരൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ടും റിപ്പീറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഇത് ക്രാക്ക് ചെയ്യുന്നത്. സോ നമ്മളോട് എല്ലാവരും അതങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവരെങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ വി ഹാവ് 2 DPPs. വൺ ഇസ് എൻട്രൻസ് ബേസ് ആൻഡ് വൺ ഇസ് മെറ്റീരിയൽ. ഇത് രണ്ടും സെയിം തന്നെയാണ്. പക്ഷേ ഇത് സ്മോൾ ഡിഫറൻസ് ഇസ് ദറ്റ് ഇതിനകത്തുള്ളേക്കാളും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് എൻട്രൻസിൽ ചെയ്യാൻ പറ്റും. ഡിഫറെൻറ്റ് ഫാക്കൽറ്റീസ് തന്നെ വന്നിട്ടാണ് നമുക്കത് രണ്ടും സൈമിൾട്ടേനിയസ്ലി കൊണ്ടുപോകുന്നത്. വിച്ച് മേക്സ് ഇറ്റ് സോ മച്ച് ഈസിയർ. അപ്പം ബോർഡാണെങ്കിലും എൻട്രൻസ് ആണെങ്കിലും നമുക്ക് നല്ല രീതിക്ക് പോകാൻ പറ്റും. പിന്നെ നമുക്കിവിടെ വേറെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് പറയാനുള്ളത് ഇവിടുത്തെ എക്സാംസ് ആണ്. എപ്പോൾ വീട്ടിലേക്ക് വിളിച്ചാലും വീട്ടിലേക്ക് ഇവിടെ എക്സാമാണ്. തീരാത്തൊരു എക്സാമാണ് ഇവിടെ ഉള്ളത്. പക്ഷേ അത് അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് ലൈക്ക് വെരി കൺവീനിയൻറ്റ് ഫോർ അസ്. കാരണം ഓരോ ചാപ്റ്റർ കഴിഞ്ഞാലും നമുക്ക് എക്സാംസ് നടത്തും. ഒബ്ജക്റ്റീവ് വൈസ് ഉണ്ടാവും, തിയറി വൈസ് ഉണ്ടാവും. അത് ബോത്ത് എൻട്രൻസ് ആൻഡ് ബോർഡിന് ഒരേപോലെ പ്രയോറിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഇപ്പോൾ ആ ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു നമുക്ക് ഒരു സെൽഫ് ഇതുണ്ടാവും. ആ ചാപ്റ്റർ എത്രത്തോളം നമ്മൾ ചെയ്തു, എത്രത്തോളം മനസ്സിലായി എന്നുള്ളത്. എന്നിട്ട് അതർവൈസ് വി ഹാവ് റാങ്ക്സ്. എന്നിട്ട് നമുക്ക് നമ്മൾ ബോർഡിൽ അവിടെ സ്റ്റിക്ക് ചെയ്യും. സോ അതിൽ റാങ്ക് താഴെ ആകുമ്പോൾ നമുക്ക് ചെറിയൊരു ഇതൊക്കെ ഉണ്ടാവും. ഒബിയസ്ലി താഴെയാവും മുകളിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മൾ മെൻറ്റേഴ്സ് വളരെ സപ്പോർട്ടീവ് ആയിട്ട് ലൈക്ക് ദിസ് ടൈം ഇങ്ങനെ നെക്സ്റ്റ് ടൈം വിൽ ഇംപ്രൂവ്. ആ ഒരു നമുക്കൊരു കോമ്പറ്റീറ്റീവ് മൈൻഡും ഉണ്ടാവും. നമ്മൾ ഫ്രണ്ട്സിൻ്റെ മുകളിൽ വരുന്നു, താഴെ പോരുന്നു, അങ്ങനെയൊക്കെ. അപ്പം ദാറ്റ് ആക്ച്വലി ഐ ഫീൽ ലൈക്ക് നല്ലൊരു ഹെൽപ്ഫുൾ ഇതാണത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ അറിയാലോ സ്മാർട്ട് ഫോൺസ് നമുക്ക് അലൗഡ് അല്ല. സോ നമുക്ക് ടാബാണ് ഇവർ തന്നിട്ടുള്ളത്. ലൈക്ക് ലോക്ക്ഡൗൺ ടാബായിരിക്കും. അതിനകത്ത് നമുക്ക് ക്ലോക്കും വരും, അതുപോലെ തന്നെ നമ്മുടെ സൈലത്തിൻ്റെ ആപ്പും ഉണ്ടാവും. അപ്പോൾ ആ ആപ്പിൽ നമുക്ക് ഓരോ ക്ലാസ്സസും കറക്റ്റായിട്ട് ലൈക്ക് ഡേ ബൈ ഡേ ഉണ്ട്. നമ്മൾ മെറ്റീരിയൽസിൽ ഡേ ബൈ ഡേ ആണ് നമുക്ക് വരുന്നത്. ലൈക്ക് ഓരോ ചാപ്റ്റർ ലൈക്ക് 6 days 7 days അങ്ങനെ വാരി ചെയ്യും. അതേ ഡേ ലൈക്ക് ഇവിടെ നമുക്ക് ഫാക്കൽറ്റീസ് എടുക്കുന്നു. അത് കഴിഞ്ഞ് നമുക്ക് ഹോസ്റ്റലിൽ പോയിട്ട് അത് കറക്റ്റായിട്ട് കാണാനും പറ്റും. ആൻഡ് ദെൻ അതിൻ്റെ അകത്ത് DPPസിൻ്റെ മെറ്റീരിയൽസ് അതിൻ്റെ അകത്ത് കറക്റ്റ് വന്നിട്ടുണ്ടാവും. ആൻഡ് ദെൻ ക്വസ്റ്റ്യൻസ് നമുക്ക് നല്ലോണം വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ അകത്ത് പേൾന്ന് മറ്റൊരു ഓപ്ഷനൊക്കെ ഉണ്ട്. ആൻഡ് ദെൻ വേറെ നമുക്ക് ക്ലോക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ആ ക്ലോക്കിൽ ഓരോ വേൾഡ് മാപ്പിൽ നോക്കിയിട്ട് ഇവിടെ ഇപ്പോൾ ആ ടൈമായി, ഇവിടെ ഇപ്പോൾ ഇടും, അങ്ങനെയൊക്കെയാണ് നമ്മൾ സമയം പോകുന്നത്. പിന്നെ ഫ്രണ്ട്സായിട്ട് നമ്മളിങ്ങനെ ചില്ല് ചെയ്ത് അങ്ങനെയൊക്കെ ഒരു ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്നാൽ നമുക്കിപ്പോൾ ഇനി എക്സാംസ് എഴുതാനാകെ കുറച്ച് മന്ത്സ് കൂടെ ഉള്ളൂ. ഇപ്പോൾ JEE ഒക്കെ ആണെങ്കിൽ ഓൾമോസ്റ്റ് 6 months മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ ഭയങ്കര ടെൻസ്ഡാണ്. എക്സാംസ് ആയി, ഈവൻ നമുക്ക് നീറ്റ് ആണെങ്കിൽ ബോർഡ് എക്സാം എടുത്തു, അങ്ങനെയൊക്കെ. പക്ഷേ വി ഹാവ് സീൻ നമ്മുടെ സീനിയേഴ്സൊക്കെ വളരെ ഈസി ആയിട്ട് ലൈക്ക് നല്ല റിസൾട്ടോടെ ക്രാക്ക് ചെയ്തിട്ടുണ്ട്. മുമ്പിട്ട് നമുക്കിപ്പോൾ ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് റാങ്ക് 3 വരെയൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ട് സൈലം. അപ്പോൾ വി റിയലി ഹോപ്പ് ദാറ്റ് നമ്മളും അതുപോലെയൊക്കെ എത്തും. ആൻഡ് വിൽ ഡു അവർ ഹാർഡ് വർക്ക് വിത്ത് ദ സപ്പോർട്ട് ഓഫ് അവർ mentors and our coordinators and all, and mainly our faculties. Thank you.